അഭിഷേകും ജാസ്മിനും ലൈവിൽ ഇരുന്നിട്ട് വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവർ കാര്യമായിട്ടാണ് സംസാരിക്കുന്നത്, തമാശയായിട്ടല്ല. ജിൻഡോനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ 27 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് വൈൽഡ് കാർഡായിട്ട് അഭിഷേക് വന്നത്. അപ്പൊ പുറത്തുണ്ടായിരുന്ന സംഭവങ്ങൾ അഭിഷേകിന് അറിയാം, അതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ. അപ്പൊ അത് വെച്ചിട്ട് അഭിഷേക് അവിടുത്തെ കാര്യങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട്. അത് വെച്ചിട്ടാണ് അഭിഷേക് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ജിൻഡോയ്ക്ക് ആ ദിവസം വരെ പുറത്ത് നല്ലൊരു സപ്പോർട്ട് ആയിരുന്നു എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട് അഭിഷേക് ജാസ്മിന്റെ അടുത്ത്. അത് ജാസ്മിനെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ജാസ്മിനും അഭിഷേക് ഇരുന്ന് സംസാരിക്കുന്നത് ഇന്ന് നടന്ന ഒരു ടാസ്കിനെ കുറിച്ചാണ്, സ്കീ ടാസ്ക്. അതിലെല്ലാവരും അവിടെ ചിരിച്ച് ത്തിട്ടുണ്ട് അവിടെ ജിൻഡോ കാണിച്ച അഭിനയം കണ്ടിട്ട്. ജിൻഡോന്റെ ആ ഒരു ആക്ടിങ്ങും സംഭവം ഒക്കെ ജിൻഡോ ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്തൊരു കാര്യമാണ്. പക്ഷേ അവിടെ എല്ലാവരും ചിരിച്ച് കസാരന്നൊക്കെ വീണിട്ടുണ്ട് ചിരിച്ചിട്ട്. ജാസ്മിനൊക്കെ കസാരന്ന് ചിരിച്ച് വീഴുന്നത് കണ്ടിരുന്നു. അപ്പൊ അത്രയും നാച്ചുറൽ ആയിട്ടാണ് അവിടെ ജിൻഡോ അത് ആക്ട് ചെയ്തത്. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും അതൊരു കോമഡി ആയിട്ടാണ് തോന്നിയത്. അപ്പൊ അതാണ് ഇവർ സംസാരിച്ച് തുടങ്ങിയ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ജിൻഡോ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നത് നാച്ചുറൽ ആയിട്ട് ചെയ്യുന്നുണ്ട്, അത് ഭയങ്കര കോമഡി ആയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് എന്നാണ് അവിടെ ഇരുന്ന് പറയുന്നത്. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങേരെ അറിയാതെ ചെയ്യുന്ന പല കാര്യങ്ങളും അതായത് നാച്ചുറലായിട്ട് വന്നു പോകുന്നുണ്ട്, അത് ഭയങ്കര കോമഡി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, ചിരിക്കാറുണ്ട്, ഇതൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ അങ്ങേര് കോമഡി ആക്കാൻ വേണ്ടിയിട്ട് കുറെ കോപ്രായങ്ങൾ കാണിക്കും, അതൊന്നും തന്നെ എഫക്റ്റ് കിട്ടാറില്ല, അതൊക്കെ വെറും കോപ്രായങ്ങളായിട്ട് തോന്നാറുള്ളൂ എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. അപ്പൊ അഭിഷേക് പറയുന്നത് ഇങ്ങേര് നാച്ചുറലായിട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ പുറത്ത് പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോഴും അയാൾക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് എനിക്ക് അറിയാവുന്ന കാര്യമാണെന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത്രയും ദിവസങ്ങൾ എത്തി നിൽക്കുന്ന സമയത്ത് എന്താണ് പുറത്ത് നടക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ഇപ്പൊ അന്നുണ്ടായിരുന്ന പോലെ തന്നെയാണോ, അതിലും ഫാൻ ബേസ് കൂടിയോ അതിലും കുറഞ്ഞോ എന്നൊന്നും എനിക്ക് പറയാനായിട്ട് കഴിയില്ല. ഫാമിലി റൗണ്ട് കഴിഞ്ഞ സമയത്ത് ഞാൻ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആണ്, എങ്ങനെയാണ് സംഭവങ്ങൾ എന്ന് എനിക്ക് വ്യക്തതയില്ല. പക്ഷെ ഞാൻ പറയുന്ന പോലെയൊക്കെ പുറത്തേക്ക് ആളുകൾ പോകുന്നുണ്ട്, ഒരാഴ്ചയും ഔട്ട് ആവുന്നുണ്ട്. എന്തായാലും ജിൻഡോയ്ക്കാണ് പുറത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്നുള്ള കാര്യം ബിഗ് ബോസ് വീട്ടിലെ ഒട്ടുമിക്ക പേർക്കും അറിയാമെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അവിടെ വൈൽഡ് കാർഡുകൾ വന്നിട്ട് പറഞ്ഞത് പോരാഞ്ഞിട്ട് ഫാമിലി റൗണ്ടും കൂടി കഴിഞ്ഞ സമയത്ത് ഒരു ഏകദേശ ഐഡിയ അവർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ജിൻഡോയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഈ കോമഡികളും നേച്ചറായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ, നാച്ചുറലായിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ജിൻഡോ അറിയാതെ ചെയ്തു പോകുന്നതൊക്കെ പുറത്തേക്ക് നല്ല കോമഡി ആയിട്ടും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റും ആണെന്നാണ് അവിടെ ഇരുന്നുകൊണ്ട് അവർ സംസാരിക്കുന്നത്. അങ്ങേര് ചെയ്യുന്ന അതിനുവേണ്ടി വരുത്തി തീർക്കുന്ന കാര്യങ്ങളുണ്ട്, അത് മാത്രമാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാതിരിക്കുള്ളൂ.